ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് മുത്തുമണികളെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ, സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണില്ലേ. അപ്പോൾ ഞാനിതിപ്പോൾ രാവിലത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അരിയൊക്കെ കുതിർത്ത് വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. വളരെ സിമ്പിളും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് നാളികേരം ചിരകിയതും അരക്കപ്പ് ചോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടി ആയാലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അരിപ്പൊടി എടുത്ത അതേ കപ്പിൽ തന്നെയാണ് കേട്ടോ ഒരു കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ കപ്പ് ഇല്ലെങ്കിൽ ഗ്ലാസ് ആയാലും എടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഒരു കപ്പ് ആദ്യം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒന്നും കൂടി ഞാൻ ഒരു അരക്കപ്പും കൂടി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കാൻ പാടുണ്ടാവില്ല, വളരെ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും ചെയ്യും കേട്ടോ. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നാളികേരം പഞ്ചസാരയും ഈസ്റ്റും അല്ലാതെ ഒന്ന് കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിത് അരച്ചെടുത്ത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങനെ തന്നെ അരയ്ക്കാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കുക. ചോറും നാളികേരും ഒക്കെ കൂടി നല്ല രീതിയിൽ അങ്ങോട്ട് അരഞ്ഞു വരുന്ന രീതിയിൽ അങ്ങോട്ട് അരഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കുന്നൊന്നുമില്ല കേട്ടോ, അപ്പം തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഓവറാവാതെ നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബാറ്ററിൻ്റെ ഇതിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അങ്ങനെ ഞാനതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് അപ്പോൾ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ദോശക്കല്ലിലാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ദോശക്കല്ല് അങ്ങോട്ട് ചൂടാകാനൊക്കെ വെക്കാം. ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. കൂടെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്കും കൂടി ഒന്ന് അടിച്ചേക്കണേ. അങ്ങനെ മാവ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ദോശയല്ല, നമ്മുടെ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ദോശക്കല്ലിലായ കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. ഇതൊരു അപ്പമാണ് കേട്ടോ. അപ്പോൾ കല്ല് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് വെള്ളവും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ടാണ് കേട്ടോ, രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല, പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാനും വേറൊരു കാരണമുണ്ട്. എൻ്റെ പാൻ എന്ന് പറയുന്നത് പഴയ ദോശ ഉണ്ടാക്കുന്ന പാനാണ് കേട്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു തവി അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റൗണ്ട് മാത്രം ഒന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ലോണം അങ്ങോട്ട് പരത്തിയെടുക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ കണ്ടോ, ഒന്ന് ചൂടായതിന് ശേഷം ഇതിൽ 2 മിനിറ്റ് അങ്ങോട്ട് വെക്കുമ്പോൾ 2 മിനിറ്റ് അല്ല 2 സെക്കൻഡ് വെക്കുമ്പോൾ അതിൽ നിറച്ചും ഹോൾസ് ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ടത്. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണുന്ന പോലെ അല്ല കേട്ടോ ആശാന്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ അപ്പം ആദ്യത്തെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അപ്പം കൂടി റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നാളികേരം കൂടി ഒന്ന് ചിരവിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്തായാലും ചട്നി ഉണ്ടാക്കിയെടുക്കണമല്ലോ. പിന്നെ ചട്നി മാത്രമല്ല കേട്ടോ, നമുക്കിതിൻ്റെ കൂടെ നാളികേരപ്പാലൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ മീൻ കറി ആയാലും ചിക്കൻ കറി ആയാലും ഈ പറഞ്ഞ ചട്നി ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ഏകദേശം പറഞ്ഞു വരുമ്പോൾ നമ്മുടെ വെള്ളയപ്പം, നമ്മൾ ആട്ടപ്പൊടി കൊണ്ട് വെള്ളയപ്പം ഉണ്ടാക്കില്ല, ആ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് വരും കേട്ടോ. പക്ഷേ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാനിത് ചട്നി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചു. പിന്നെ കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം അരച്ച നാളികേരം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്നിക്കുള്ളത്. പിന്നെ ഞാൻ പച്ചമുളകാണ് കേട്ടോ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് അവിടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷിപ്പിക്കും ഇവിടെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് അപ്പം ഒന്ന് എടുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ചട്നിയിലേക്ക് ഒന്നും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതും കൂടി ഒഴിച്ച് കൊടുത്തപ്പം പാകത്തിന് അങ്ങോട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഉപ്പൊക്കെ അരച്ചെടുക്കുന്ന ടൈമിൽ തന്നെ ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്യാസ് ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അധികം തിളച്ചില്ല കേട്ടോ, ഒന്ന് തിള വന്നപ്പോഴേക്കും ഓഫ് ചെയ്തു. പിന്നെ അതെല്ലാം കഴിച്ച് മക്കളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന മഞ്ഞൾ കണ്ടോ, ഇതിപ്പോൾ ഞാൻ മിനിഞ്ഞാത്ത വീഡിയോയിൽ ഇന്നലത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പം അങ്ങനെ മഞ്ഞൾ ഇപ്പോൾ ഒരു ട്രിപ്പ് ഉണങ്ങിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കി നല്ല രീതിയിൽ തന്നെ ഉണക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങുന്നതിനനുസരിച്ച് ഇത് ഇങ്ങോട്ട് ക്വാണ്ടിറ്റി അങ്ങോട്ട് കുറഞ്ഞ് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ മഞ്ഞൾ പുഴുങ്ങിയെടുത്ത് ഉണക്കലും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരുന്നു കേട്ടോ. ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം അങ്ങോട്ട് ചെയ്യുന്നേ, എല്ലാം അറിഞ്ഞിട്ടാണോ ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ഇപ്പോൾ ദേ മഞ്ഞൾ അവിടെ വെയിലത്ത് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. അത് കൊണ്ടിട്ട് വരുന്ന സമയത്ത് ഞാൻ അവിടെ നോക്കിയപ്പോൾ പാത്തോസിൻ്റെ അനക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾ നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു പരിപാടിയിലാണ് കേട്ടോ. ഇത് ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം. അത് ഞങ്ങളവിടെ പുത്തമ്പള്ളിയുടെ അവിടേക്ക് പോയപ്പോൾ മേടിച്ചതായിരുന്നു കേട്ടോ. ഞാൻ മേടിച്ചതല്ല, കുട്ടിയുടെ അമ്മായി മേടിച്ചു കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഇതേ ചീര വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് മാന്തള വെള്ളത്തിലിട്ടിട്ടുണ്ട്, പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പരിപ്പും ചീരയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ആ സൈഡിലേക്ക് ആരും നോക്കണ്ട കേട്ടോ, കുറേ ഒരു ലോഡ് പാത്രങ്ങളുണ്ട് കഴുകാൻ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അങ്ങനെ കഴുകാമെന്ന് വെച്ചിട്ട് അത് അവിടെ മാറ്റിയിട്ടതാണേ. പിന്നെ ചട്ടിയിലാണ് കേട്ടോ ഞാൻ ചീരയും പരിപ്പും കൂടി വെക്കുന്നത്. അപ്പോൾ പരിപ്പ് ആദ്യം അവിടെ വേവാൻ വെച്ചിട്ടുണ്ട്. പരിപ്പ് നല്ല രീതിയിൽ തന്നെ വെന്ത് വരണം കേട്ടോ, എന്നാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് വിചാരിച്ച് ഉടഞ്ഞു പോകരുത്, ഒരു പാകത്തിനുള്ള വേവ് കേട്ടോ. പിന്നെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഞാൻ അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചാലിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുത്തുമുളകൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ചീരയൊക്കെ വെക്കുമ്പോൾ പച്ചമുളക് നാളികേരൊക്കെ ചതച്ചിട്ടാണ് വെക്കാറ്. പക്ഷേ ഇത് പരിപ്പും മുരിങ്ങയില ചീരയും കൂടിയിട്ടാണ് ഇവിടെ വെക്കുന്നത്, അതുകൊണ്ടാണ്. അതിൻ്റെ ഇടയിൽ മുരിങ്ങയിലാന്ന് വന്നു. വേറെ ഒന്നല്ല, എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപ്പും മുരിങ്ങയിലയും വെക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചീര വെക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നൊരു ചീര 2 തലപ്പ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊട്ടിച്ചെടുത്തതാണ്. പിന്നെ അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ തീയൊന്നും എന്തായാലും സിമ്മിലാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇട്ടിൻ്റെ പണി അങ്ങോട്ട് കിട്ടുമേ. അങ്ങനെ തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഞാനതിലേക്ക് ചീര ഇട്ട് കൊടുത്തു. അപ്പോൾ നോക്കുമ്പോൾ ഇളക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഒന്ന് വെറുതെ ഒന്നിങ്ങനെ ഇതാക്കിയതിന് ശേഷം പിന്നെ ഞാനത് അങ്ങോട്ട് അടച്ചു വെച്ചു കേട്ടോ. പിന്നെ നമുക്കത് അടച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് ഇത് എന്താ പറയുക, ഒരു വേവ് അങ്ങോട്ട് ആകുമ്പോഴേക്കും നല്ല പോലെ തന്നെ അതങ്ങോട്ട് താന്ന് പൊക്കോളും ചീര. പിന്നെ ഐറ്റംസ് കുറവായിട്ട് തോന്നും കേട്ടോ നമുക്കതിൽ. അപ്പോൾ ഞാൻ എന്തായാലും അതവിടെ അടച്ചു വെച്ചതിന് ശേഷം പിന്നെ തുറന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇളക്കിയെടുക്കണമല്ലോ. അപ്പോൾ ആ ടൈമിൽ ഇളക്കിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ പരിപ്പിലേക്കുള്ളതും കൂടി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നീട് ആയാലും നോക്കി ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അത് ചീര ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. വെറും 2 മിനിറ്റ് മാത്രം മതി കേട്ടോ. അപ്പോൾ ചീരയൊക്കെ വേവിക്കാനായിട്ട് അധികം ടൈമൊന്നും വേണ്ട, വളരെ കുറച്ച് ടൈം മാത്രം മതിയല്ലോ. അങ്ങനെ ചീരക്കറി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് പരിപ്പും കൂടി ചേർക്കുമ്പോൾ പരിപ്പും ചീരയും ചേർന്നുള്ളൊരു കറിയായിട്ടോ. അപ്പം അങ്ങനെ പരിപ്പ് നല്ലോണം വെന്തതിന് ശേഷം ഞാൻ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഏകദേശം 3 വിസിലടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 2 വിസിലാകുമ്പോൾ നമുക്ക് പരിപ്പ് കുത്തി കാച്ചുന്നൊരു സ്റ്റേജിലേക്കാണ് കേട്ടോ വരുന്നത്. പക്ഷേ ഇതിലേക്ക് ആകുമ്പോൾ കുറച്ച് വേവ് വേണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മളിത് ചീരയുടെ കൂടെ ഇടുമ്പോൾ പരിപ്പ് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു അത്യാവശ്യം വേവ് വേണം. അങ്ങനെ പരിപ്പും ചീരയൊക്കെ കൂടെ അങ്ങോട്ട് ഇട്ട് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ്. അങ്ങനെ അത് തിളച്ചങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അധികം കട്ടിയാകാനും പാടില്ല, എന്നാൽ അധികം ലൂസാകാനും പാടില്ല കേട്ടോ. ആ ഒരു ഇതിലാണ് നമുക്കത് കിട്ടേണ്ടത്, എന്നാലിട്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അത്യാവശ്യം എരിവും വേണം കേട്ടോ, എന്നാലേ നമുക്ക് ആ കറി കൂട്ടാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് പരിപ്പും ചീരയും വെക്കുന്നത് ഇഷ്ടമല്ല, പരിപ്പും മുരിങ്ങയിലയും വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ കുറച്ച് മാന്തൽ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ മാന്തലിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പക്ഷെ അത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയപ്പോൾ 2 കുത്ത് അങ്ങോട്ട് കിട്ടി കേട്ടോ. അപ്പോൾ അതോടുകൂടി അങ്ങോട്ട് മാന്തളിൽ എന്താ പറയുക മുളക് പറ്റുന്ന ആ ഒരു ഇതങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ. മക്കൾ സ്കൂളിൽ വിട്ട് വരുന്ന ടൈമാകുമ്പോൾ എന്ത് കൊടുക്കും എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ചെറുനാരങ്ങ കിട്ടിയിട്ടോ. അപ്പോൾ പിന്നെ ഒന്നും ഉണ്ടായില്ല, മിക്സിയിൽ അങ്ങോട്ട് അടിച്ചെടുത്ത് അങ്ങോട്ട് ലൈം അങ്ങോട്ട് ഉണ്ടാക്കി. അങ്ങനെ ലൈം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതായി കുറച്ച് നമ്മുടെ പാസ്ത ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ സുഡാപ്പിക്കാണെങ്കിൽ പാസ്ത ഭ്രാന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പാസ്ത മേടിച്ചതോടുകൂടി എന്തുണ്ടാക്കാണെന്ന് ചോദിക്കും, മണം വന്നതിനപ്പോൾ പറയും പാസ്തയാണോ എന്ന് ചോദിക്കും. വേറൊന്നല്ല, അവൻ ആ കാർട്ടൂൺ കണ്ടതോടുകൂടി തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ പാസ്ത ഭ്രാന്ത് തുടങ്ങിയത്. അങ്ങനെ എന്തായാലും ആയിക്കോട്ടെ, കുട്ടികളല്ലേ, അവരുടെ ഇഷ്ടം അതാണെങ്കിൽ അതുണ്ടാക്കി കൊടുക്കുകയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പാസ്തയിൽ ഞാൻ 2 മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരൊന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റൊക്കെ മസ്റ്റാണേ, അതൊന്നും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ടാവും കേട്ടോ.
അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.